വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മോടുകൂടെ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും പരിശുദ്ധ ദൈവമാതാവും അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരും സന്നിഹിതരാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ദേവാലയത്തിൽ രണ്ട് ഭാഗത്തായി, ഒരു ഭാഗത്ത് പുരുഷന്മാരും മറ്റൊരു ഭാഗത്ത് സ്ത്രീകളും ഇരിക്കുമ്പോൾ നടുക്കുള്ള സ്ഥലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് വാങ്ങിപ്പോയ ആത്മാക്കൾ. അപ്പോൾ എല്ലാവരും വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൻ്റെ കാര്യം വിശുദ്ധ കുർബാന വഴി ആത്മാക്കൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെയും എൻ്റെയും ആത്മാവ്, നമുക്കെല്ലാം ശരീരം ഉള്ളതുപോലെ തന്നെ ആത്മാവാണ്. ഈ ആത്മാവ് രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആത്മാവിനെ വേട്ടയാടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് പിശാച്. പിശാച് എല്ലാ സമയവും നമ്മുടെ ആത്മാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പിശാചിന് നമ്മളെങ്ങനെയും അവൻ്റെ പക്ഷത്താക്കി നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ദൈവത്തിന് നേരെ തിരിച്ചാണ് ആഗ്രഹം. ദൈവത്തിന് ആഗ്രഹം നമ്മളെ എങ്ങനെയെങ്കിലും പിശാചിൻ്റെ കെണിയിൽ നിന്നും വിടുവിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലാക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും വലിയ